എന്തോ എൻ്റെ കുഞ്ഞിനോട് പെരുമാറിയോണ്ട് അവളിങ്ങനെ ചെയ്തത്. ഇല്ല, അവൾ ചെയ്യത്തില്ല. ഇതുവരെ ആ നാട്ടിലെങ്ങും നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് സൂയിസൈഡ് ചെയ്ത കുട്ടിയെ തോളിലിട്ടുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായി. ഇവൻ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കുറച്ച് സമയം മുമ്പ് തന്നെ എക്സാം എഴുതിയിട്ട് +2 പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതാണ്. നീ ഇപ്പം പഠിക്കേണ്ട പ്രായമാണ്, ഇപ്പം ഈ പരിപാടിയൊന്നും വേണ്ട. അവൾ പറഞ്ഞു, അമ്മച്ചി ഒന്നുമില്ല, ഇല്ല അമ്മച്ചി, ഞാനിനി വിളിക്കത്തില്ല, അവനുമായിട്ടുള്ള എല്ലാം നിർത്തി, ഞാനി അവനെ മേലാ വിളിക്കത്തില്ല അമ്മച്ചി എന്നൊക്കെ എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. ഓടി ചെന്നപ്പോഴത്തേന് ഇവനെടുത്തോണ്ട് ഓടുമായിരുന്നു. അതാ ഞങ്ങൾ കാണുന്നത്. അവൻ എന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വീട്ടിനുള്ളിൽ വെച്ച് +2 വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായ യുവാവിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ തിരുവല്ല കാവുംഭാഗം എന്ന സ്ഥലത്താണ് പെൺകുട്ടി വീടിൻ്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടാങ്ങൽ വായ്പൂർ സ്വദേശിയായ ജാവേദ് എന്ന 23 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടാകുകയും ഈ യുവാവുമായി അവർ തമ്മിൽ വഴക്കുണ്ടാകുകയുമായിരുന്നു. പിന്നെ തുടർന്ന് +2 മോഡൽ പരീക്ഷ കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലെത്തിയതിന് ശേഷം അടുക്കളയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇത് ആദ്യം ഇവിടേക്ക് ഓടിയെത്തുന്നത് ജാവേദാണ്. ജാവേദ് ഈ പെൺകുട്ടി തൂങ്ങിയിരുന്ന കയർ അറുത്തു മാറ്റിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാരും ബന്ധുക്കാരുമൊക്കെ ഈ വിവരം അറിയുന്നത്. തുടർന്ന് ഇവരുടെ പിന്നാലെ ഓടുകയും വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ജാവേദ് എന്ന ചെറുപ്പക്കാരൻ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്യുമായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്. പെൺകുട്ടിയുടെ മാതാവ് നമുക്കൊപ്പം ചേരുകയാണ്. അവനെ ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും ഫോൺ വിളിക്കുമായിരുന്നു. എപ്പോഴും അവളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കാമ്പാത്ത അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം അവൻ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? അവളിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം അവളെ വഴക്കും പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പം പഠിക്കേണ്ട പ്രായമാണ്, ഇപ്പം ഈ പരിപാടിയൊന്നും വേണ്ട, ഇപ്പം നീ +2 പരീക്ഷ നിനക്ക് പാസ്സാവണ്ടേ, നീ എന്തിനേലും നീ +2 പരീക്ഷ പാസ്സാവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാതൊക്കെ, നീ ഇത് അവസാനിപ്പിച്ചേക്കണം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞത്. അവൾ പറഞ്ഞു, അമ്മച്ചി ഒന്നുമില്ല, ഇല്ല അമ്മച്ചി, ഞാനിനി വിളിക്കത്തില്ല, അവനുമായിട്ടുള്ള എല്ലാം നിർത്തി, ഞാനി അവനെ മേലാ വിളിക്കത്തില്ല അമ്മച്ചി എന്നൊക്കെ എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിച്ചാണ് ഞാനിരുന്നത്. ഇന്നലെ ഇവർ തമ്മിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം? വഴക്കുണ്ടായോ? ഇന്നലെ എനിക്ക് വ്യക്തമായി അറിയില്ല. എൻ്റെ കുഞ്ഞിനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായി. ഇവൻ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവൾ വീട്ടിലോട്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവൻ തിരിച്ച് വീട്ടിൽ പോവാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവളിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവനോട് താൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഇവ ഓടിയെങ്ങാണ്ട് വന്നാന്നാ നാട്ടുകാർ പറയുന്നത്. ഇവിടെ അഡ്മിഷൻ കിട്ടിയാണോ ഇവിടെ പഠിക്കാൻ വേണ്ടി? അവള് 10 കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ഞാൻ ചേർത്ത്. അവളെ അവിടെ നിർത്തണ്ടെന്നോർത്ത് ഇവിടെ എൻ്റെ അമ്മ തന്നെ ഉള്ളായിരുന്നു. അമ്മയ്ക്കൊരു കൂട്ടായിക്കോട്ടെ എന്നോർത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. മോൾക്ക് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, അവൾക്ക് ഫോണില്ല. അവൾക്ക് സ്മാർട്ട് ഫോൺ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അവൾക്കൊരു കൊച്ചു ഫോണേ ഉള്ളൂ. അതിന് അവൾ എന്നെ വിളിക്കുന്നത്. അല്ല, വീട്ടിൽ വരുമ്പോൾ പിന്നെ എൻ്റെ ഫോൺ അവൾ ഉപയോഗിക്കും. അല്ലാതെ അവൾക്ക് സ്വന്തമായിട്ടൊരു ഫോണില്ല. നിരന്തരമായിട്ട് ഈ പിന്തുടരുന്നുണ്ട്, കുട്ടിയുടെ പുറകെ പിന്തുടരുമായിരുന്നോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? എപ്പോഴും അവൻ വിളിക്കുന്നുണ്ടായിരുന്നു. ഏത് സമയം അവളെ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് അവൾ പറയുമായിരുന്നു. ശല്യമാണെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ അവൾക്ക് ദേഷ്യം വരും. ഇവൻ വിളിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇടയ്ക്കൊക്കെ അവൾ എന്നോട് പറയുകയും ചെയ്യും, അമ്മച്ചി എനിക്ക് വയ്യ, അവൻ എല്ലാ കാര്യത്തിലും പിടിവാശിക്കാരനാണ്, അവൻ എന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇയാള് കസ്റ്റഡിയിലാണ് ഉള്ളത്. അവനെന്തോ എൻ്റെ കുഞ്ഞിനോട് പെരുമാറിയോണ്ട് അവളിങ്ങനെ ചെയ്തത്. ഇല്ല, അവൾ ചെയ്യത്തില്ല. എന്തോ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വിളിച്ചപ്പം അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്തേലും
അവിടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കാണും. അതായിരിക്കും. ഉച്ച കേട്ട് ഞങ്ങൾ ഇവൻ്റെ അലർച്ചയാണ് കേൾക്കുന്നത്. ഇവൻ്റെ അലർച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഓർത്തത് അവരുടെ വല്യമ്മയാണ് കിടന്ന് വീണിട്ട് കരയുവാന്ന് കണ്ടാ ഓടി ചെന്നത്. ആരാണ്ട് കലറുവാന്ന് കണ്ടു. ഓടി ചെന്നപ്പോഴത്തേന് ഇവനെടുത്തോണ്ട് ഓടുമായിരുന്നു. അതാണ് ഞങ്ങൾ കാണുന്നത് കാഴ്ച. അപ്പോൾ കൊണ്ടുവന്ന് അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് കിടത്തി. പിന്നെ കാർ കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് പോയി. ആരാന്ന് പെട്ടെന്ന് അറിയത്തില്ല. അന്നും ഈ സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്തുവാന്ന്. ഇവനെ കണ്ടിട്ടുമില്ല ഞങ്ങളെ. അത് കാരണം ഇവൻ ഏതാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മരുമോളി ചോദിച്ചു നീ ഏതാടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയോടുകൂടി എന്നെ വിളിച്ച് വിവരം അറിയിക്കുകയും ഞാൻ ഉടൻ തന്നെ കൗൺസിലറെ വിവരം അറിയിക്കുകയും ഞാൻ ആ സ്ഥലത്തെത്തുമ്പോൾ കാണുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്. അവർ പറയുന്നത് ഒരു പയ്യൻ, അതായത് ഇതുവരെ ആ നാട്ടിലെങ്ങും നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് ആ വീട്ടിൽ സൂയിസൈഡ് ചെയ്ത കുട്ടിയെ തോളിലിട്ടുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടി കുറച്ച് സമയം മുമ്പ് തന്നെ എക്സാം എഴുതിയിട്ട് +2ൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തിയതാണ്. എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. അവിടെ അന്വേഷിച്ചപ്പോഴെല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി, മൊബൈൽ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ നമ്മൾ ഈ നാട്ടുകാരും ഈ പയ്യനെ തടഞ്ഞു വെച്ചുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ ഹോസ്പിറ്റലിലെത്തിക്കുമ്പോൾ ഈ കുട്ടി മരിച്ചുപോയി എന്ന് അറിയാൻ സാധിച്ചു. അവിടെ ഉടൻ തന്നെ പോലീസ് വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ അവിടെ എത്തുകയും പോലീസുമായി ചേർന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും വീടും പരിസരമൊക്കെ പരിശോധിച്ച് അവർ വീട് സീൽ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തുടർന്ന് ഈ പയ്യനെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ? ഇവിടെ പറയുന്നത് ഈ പയ്യനുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രമാത്രം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല. പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. കൂടുതലായിട്ട് ഈ പയ്യനെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ പോലീസാണ് തീരുമാനിക്കേണ്ടത്. ഇതുവരെയുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വളരെ നല്ല കൃത്യമായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട്. അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളത് നാട്ടുകാരുടെയും ഞങ്ങളുടെയൊക്കെ ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമല്ല ഒന്നിനും. അത് ഈ 15-16 വയസ്സുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ചെറിയ സംഭവങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യം തോന്നുമ്പോൾ നിങ്ങൾ അവിടുത്തെ വാർഡ് കൗൺസിലർമാരെയോ അല്ലെങ്കിൽ മുതിർന്ന അതുപോലെയുള്ള ആൾക്കാരെയും സമീപിച്ച് അവരുടെ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെയുള്ള ആത്മഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൻ്റെ പക്കൽ നിന്ന് മറ്റുള്ള മൊബൈൽ ഫോണിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അമ്മ വീടിനോട് ചേർന്ന് തിരുവല്ലയിൽ അഡ്മിഷൻ ലഭിച്ചതോടെയാണ് +2 പഠനം ഇവിടേക്ക് മാറ്റിയത്. എന്നാൽ ഇവിടെ എത്തിയും ഈ ജാവേദ് നിരന്തരമായി ശല്യം ചെയ്യുമായിരുന്നു. ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിർബന്ധമുണ്ടാകുകയും വാശി പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജാവേദ് നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പെൺകുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ ഇവർ തമ്മിലുള്ളൊരു ബന്ധം വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജാവേദ് ഈ പെൺകുട്ടിയെ വിടാതെ പിന്തുടരുകയായിരുന്നു. പെൺകുട്ടിക്ക് ഒരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നിരന്തരമായി ഇയാൾ ശല്യം ചെയ്യുന്നു എന്നൊക്കെ പരാതി അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയും വഴക്കുണ്ടാകുകയും ചെയ്തു. അവിടെ വെച്ച് മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് ഇവിടേക്ക് എത്തി പെൺകുട്ടി വീട്ടിൽ അമ്മൂമ്മ മാത്രമുണ്ടായിരുന്ന സമയത്ത് വീടിൻ്റെ അടുക്കളയിൽ ജീവനൊടുക്കുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ജീവനൊടുക്കുന്നതിന് മുൻപ് ഈ ജാവേദിനെ ഫോൺ വിളിച്ച് പെൺകുട്ടി അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ജാവേദ് അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും പെൺകുട്ടി അടുക്കളയിൽ ജീവനൊടുക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ രക്ഷപ്പെടുത്തുന്നതിനായി ജാവേദ് ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് സമീപത്തുള്ള ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയുന്നത്. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നാട്ടുകാർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ജാവേദ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.